നമ്മുടെ യാത്ര തുടർന്ന് കോട്ടയത്തെത്തുമ്പോൾ പണ്ടെങ്ങോ കേട്ട ഒരു സരസമായ കഥയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. പാലക്കാർക്ക് ജലദോഷം പിടിച്ചാൽ അവരുടെ എല്ലാമായ KM മാണി എന്ന അതികായനായ രാഷ്ട്രീയ നേതാവിനായിരിക്കും തുമ്മൽ വരികയെന്ന്. അദ്ദേഹത്തിന്റെ തട്ടകമായ പാലായിൽ മാത്രമല്ല, മൊത്തം 9 മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്ന് UDFന് ശക്തമായ ഒരു അടിവേര് പണിതെടുക്കുവാൻ ശ്രമിച്ച് വിജയിച്ച മുന്നണി പോരാളിയാണ് അദ്ദേഹം. പാലായ്ക്ക് പുറമെ കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളാണ് കോട്ടയത്തുള്ളത്. അക്ഷരങ്ങൾക്കും റബ്ബർ വ്യവസായത്തിനും പേരുകേട്ട ഈ ജില്ലയിലെ വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങൾ 2021 LDFനോടൊപ്പമാണ് നിന്നത്. എന്നാൽ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കനത്ത പ്രഹരമേറ്റത് പാലായിലാണ്. ഇവിടെ KM മാണിയുടെ പുത്രൻ ജോസ് കെ മാണി ചില്ലറ വോട്ടുകൾക്കൊന്നുമല്ല പുതിയതായി രൂപീകരിക്കപ്പെട്ട കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മാണി C കാപ്പനോട് അടിയറവ് പറഞ്ഞത്. KM മാണിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും മാണി C കാപ്പനാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അവസാനം ഒരു വർഷം PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിന് വിട്ടു നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ജോസ് കെ മാണിയും കൂട്ടരും UDFൽ നിന്ന് തെറ്റിപ്പിരിയുന്നത്. ഇന്ന് അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കോട്ടയം രാഷ്ട്രീയം കടന്നു പോകുന്നത്. മാണി ഗ്രൂപ്പിൽ തന്നെ ആരും തുറന്നു പറയാൻ വിസമ്മതിക്കുമെങ്കിലും ഒന്നിലേറെ പടലപ്പിണക്കങ്ങളാണ് അവർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ജോസ് കെ മാണിക്കും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾക്കും UDFലേക്ക് തിരിച്ചു ചേക്കേറാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് തടയിട്ടത് നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ ഇടുക്കിയിൽ നിന്നുള്ള റോഷി അഗസ്റ്റിനാണ്. ഇത് ആ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, LDFനെ ആകമാനം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സ്ഥാനാർത്ഥി നിർണയ സമയമാകുമ്പോൾ ഈ അവ്യക്തത അല്പസ്വല്പമെങ്കിലും മാറുവാൻ സാധ്യത ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മറ്റൊരു പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പാല വീണ്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയായി തുടരാനാണ് സാധ്യത. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും LDF പാലായിലേറെ പിന്നിലായിരുന്നു. എന്നാൽ ത്രിതല പഞ്ചായത്ത് തലത്തിൽ ഇവർക്കിവിടെ 1513 വോട്ടുകളുടെ മുൻതൂക്കം നേടാൻ സാധിച്ചിരുന്നു. ഇതിന് കാരണം പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് കണ്ടത്തിൽ കുടുംബത്തിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികൾക്കെതിരെ UDF നയപരമായി വിട്ടുനിന്നു എന്നതാണ്. ഏപ്രിലിൽ മാണി C കാപ്പൻ തന്നെ ഇവിടെ നിന്ന് അജയ്യനായി തുടരുമ്പോൾ വൈക്കത്തും ഒരു പൊരിഞ്ഞ പോരാട്ടത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങിയിട്ടുള്ളത്. കാലാകാലങ്ങളായി CPI വലിയ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിപ്പോന്ന മണ്ഡലമാണ് വൈക്കം. എന്നാൽ ഡിസംബറിൽ ഈ ക്ഷേത്ര നഗരിയിൽ ഈ ലീഡ് കുത്തനെ താഴുന്നതാണ് നമ്മൾ കണ്ടത്. LDFന് ഇവിടെ നിന്ന് ലഭിച്ചത് കേവലം 2238 അധിക വോട്ടുകൾ മാത്രം. സംവരണ മണ്ഡലമായ വൈക്കം പിടിച്ചെടുക്കാൻ UDF ആകട്ടെ ചില കരുനീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇതിൽ പ്രധാനം ഇവിടെ നിന്ന് സാമൂഹ്യ പ്രവർത്തകനായ സണ്ണി M കവിക്കാടിനെ മത്സരരംഗത്തിറക്കുവാൻ UDF നടത്തിവരുന്ന ശ്രമങ്ങളാണ്. ഇതിനു പുറമെ ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും LDFനെ സംബന്ധിച്ചിടത്തോളം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഏറ്റുമാനൂരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1331 വോട്ടുകൾക്ക് LDF പിന്നോട്ട് പോയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ UDF 1190 വോട്ടുകളുടെ ലീഡാണ് നേടിയത്. പൂഞ്ഞാറിലാകട്ടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് 4321 അധിക വോട്ടുകളായിരുന്നു. ഈ 3 മണ്ഡലങ്ങളും നിലവിൽ കൈവശമുള്ള കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി, പാല എന്നിവയ്ക്കൊപ്പം ചേർന്ന് ജില്ലയിലാകമാനം ഒരു സമ്പൂർണ്ണ വിജയം കൈവരിക്കാനായിരിക്കും ഏപ്രിലിൽ UDFന്റെ ശ്രമം. LDFനെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് നിലവിൽ നിയമസഭയിൽ ചീഫ് വിപ്പായ N ജയരാജന്റെ മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയാണ്. ഇവിടെ ഡിസംബറിൽ 6083 വോട്ടുകൾക്കാണ് LDF മുന്നിട്ട് നിന്നത്. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം 9-ൽ 7 സീറ്റെങ്കിലും UDF നേടാനാണ് ഇവിടെ സാധ്യത. മധ്യ കേരളത്തിലെ അവസാന ജില്ലയായ ആലപ്പുഴയിലേക്ക് നമുക്ക് തിങ്കളാഴ്ച കടക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.